2025-26 സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിനായിരുന്നു നമ്മൾ ഇന്നലെ സാക്ഷികളായിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ ബ്രേക്കിന് ശേഷം, ഏതാണ്ട് 9 മാസത്തോളം നീണ്ടു നിന്ന ഒരു വലിയ ബ്രേക്കിന് ശേഷം മറ്റൊരു സൂപ്പർ കപ്പിൽ, അതായത് വരുവാൻ പോകുന്ന ഇന്ത്യൻ ഫുട്ബോൾ സീസണിൻ്റെ പ്രഥമ സീസണായിട്ടുള്ള AIFF സൂപ്പർ കപ്പിൽ ഇന്നലെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ഒരു വിജയമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാച്ച് കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഒരു മാച്ചിൽ നിന്ന് കംപ്ലീറ്റ്ലി ഞാൻ അനലൈസ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ശൈലിയാണ്. പെട്ടെന്ന് ഓരോ പുതിയ സീസൺ വരുമ്പോഴും ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നു, ഒരു പുതിയ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നു, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നു, അങ്ങനെ തട്ടിക്കൂട്ട് ടീമായി മാറുന്നു. അങ്ങനെ എല്ലാ സീസണിലും കഴിഞ്ഞു പോകുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് ഇവാൻ വുക്കോമനോവിച്ച് ഉണ്ടായിരുന്ന ആ ഒരു ടൈം പീരീഡിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് മിഗായൽ സ്റ്റെഗറ വരികയും അദ്ദേഹത്തെ പുറത്താക്കുകയും പിന്നീട് ഇപ്പോൾ നിലവിൽ ഡേവിഡ് കെറ്റാലയാണ് ഉള്ളത്. സോ ഇദ്ദേഹത്തെ പുതിയ കോച്ചായിട്ട് കൊണ്ടുവന്ന ടൈമിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇദ്ദേഹത്തിന് അത്ര കണ്ടൊരു മികച്ച ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയൊരു ടൈം പീരീഡ് തന്നെ നിലവിലെ ടീമുമായിട്ട് ലഭിക്കുകയും അങ്ങനെ മികച്ച ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുവാനും നിലവിൽ ഡേവിഡ് കെറ്റാലയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ട സമയമായിരിക്കുകയാണ്. കാരണം ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തന്നെ മിസ് പാസസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നൊരു മത്സരമായിരുന്നു. അതായത് ഒരു പുതിയ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ലൈനപ്പ് കണ്ട സമയത്ത് തന്നെ പല ആരാധകർക്കും ഉണ്ടായ സംശയമാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രഥമ താരങ്ങളായിട്ടുള്ള 4 വിദേശ താരങ്ങളെ കളിപ്പിക്കാമെങ്കിൽ പോലും 3 വിദേശ താരങ്ങളെ മാത്രമാണ് ഡേവിഡ് കെറ്റാല ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പോരാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരമായിട്ടുള്ള നോഹ സദോയ് ലൈനപ്പിൽ ഉണ്ടായിരുന്നില്ല. സച്ചിൻ സുരേഷിന് ലൈനപ്പിൽ ഇടമുണ്ടായിരുന്നില്ല. പുതിയ താരമായിട്ടുള്ള അമീറാണ് അവിടേക്ക് ഒരു ഇടമുണ്ടായിരുന്നില്ല. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് തന്നെ ഒരു എക്സ്പെരിമെൻറ്റിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പ്രഥമ ടൂർണമെൻറ്റിൽ ഒരു പ്രഥമ മാച്ചിൽ തന്നെ, അതായത് ഓരോ മാച്ചും ഡിസൈഡ് ചെയ്യുന്നത് വളരെ വലിയ, ഓരോ മാച്ചിൽ നിന്ന് ലഭിക്കുന്ന പോയിൻ്റ് വലിയ ഇമ്പാക്റ്റുകളാണ് ആ ഒരു ഗ്രൂപ്പിൽ. അതായത് നമുക്കറിയാം, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ചാമ്പ്യന്മാരാവുന്നവർക്ക് മാത്രമേ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. സോ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ മത്സരങ്ങളും വിജയിക്കേണ്ട സാഹചര്യത്തിലാണ് ഇങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റ് നിലവിൽ ഡേവിഡ് കെറ്റാല ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മികച്ച ടീമിനെ തന്നെ ബിൽഡ് ചെയ്ത് ഇറക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഒരു പുതിയ ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിൽ പുതിയ താരങ്ങളുണ്ട്. പുതിയ താരങ്ങളുടെ കളിശൈലിയെക്കുറിച്ച് ഒന്ന് പറയേണ്ടതായിട്ടും ഉണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാടധികം മിസ് പാസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലൂണയ്ക്ക് ആ ഒരു പഴയ ഫോമിലേക്ക് ഇതുവരെ എത്തുവാനായിട്ട് സാധിക്കാത്തതും വളരെയധികം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ്. പോരാത്തതിന് നോഹ സദോയെക്കുറിച്ചാണെങ്കിലും, നോഹ സദോയ് മത്സരത്തിൽ ഒരു പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ടും വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ താരങ്ങൾക്കെല്ലാം തന്നെ ഒരു വലിയൊരു കോമ്പറ്റീറ്റീവ് മാച്ച് ലഭിക്കുന്നത് ആഫ്റ്റർ എ ലോങ് പീരീഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ചെന്നൈയിൻ എഫ്സിക്ക് ഇതൊരു ഫ്രണ്ട്ലി കളിച്ചെങ്കിൽ പോലും ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു കോമ്പറ്റീറ്റീവ് മത്സരത്തിൽ കളിക്കേണ്ടിയായിട്ട് വരുന്നത്. രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സി ആവട്ടെ വളരെ മികച്ച പ്രകടനം, ഒരു ഐ ലീഗ് ടീമാണെന്ന് പോലും പറയിപ്പിക്കാതെ, അതായത് കഴിഞ്ഞ വർഷം അവർ 5ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും വളരെ മികച്ച ക്വാളിറ്റി ഉള്ള ഒരു രാജസ്ഥാൻ ടീമിനെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ വളരെയധികം ചെറുത്ത് നിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ. അവസാനം ബ്ലാസ്റ്റേഴ്സിന് വർക്കൗട്ടായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 പുതിയ താരങ്ങളായിട്ടുള്ള കോൾദോ ഒബേറ്റയുടെയും യുവാൻ റോഡ്രിഗസിൻ്റെയും പ്രകടനം, അതായത് അവരുടെ പ്രകടനം എക്സ്ട്രീമിലി മികച്ചതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായതാണ് കോൾദോ ഒബേറ്റ കുറച്ചും കൂടി ഒരു ബോൾ പ്ലേ അല്ലെങ്കിൽ കളിക്കുന്ന ഒരു സ്ട്രൈക്കറാണ്. അദ്ദേഹം ആ കാര്യം വ്യക്തമായിട്ടും ഇന്നലത്തെ മത്സരത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ബോൾ സ്വീകരിച്ച് സ്വന്തമായിട്ടൊരു ഷൂട്ട് എടുക്കുന്നതിന് പകരം തൻ്റെ മറ്റുള്ള താരങ്ങൾക്ക് ഒരു അവസരം ക്രിയേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് ഇൻസൈഡ് ബോക്സിൽ അദ്ദേഹം പലപ്പോഴുമായിട്ട് ശ്രമിക്കുന്ന കാര്യം ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് യുവാൻ റോഡ്രിഗസിൻ്റെ ഡിഫെൻസീവ് പ്ലേയും വളരെ മികച്ചതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ക്രോസ് ഒരു വേൾഡ് ക്ലാസ് ലെവലുള്ള ഒരു മികച്ച ക്രോസ് തന്നെയാണ് അദ്ദേഹം മത്സരത്തിൻ്റെ 87ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള കോൾദോ ഒബേറ്റയ്ക്ക് ലഭിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഹെഡറിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ ഗോൾ കണ്ടെത്തുകയും അങ്ങനെ ഒരു 87 മിനിറ്റിന് ശേഷം ഒരു അത്രയും ബോറിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു അത്. അത്രയും നേരം അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ ഗോൾ നേടുന്നത്. അങ്ങനെ അവസാനം മത്സരം വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങിയെങ്കിലും അത് നീക്കുപോക്കാക്കുകയായിരുന്നു പിന്നീട്. എന്തായാലും ഇതൊന്നും
എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമുക്ക് ലഭിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു മത്സരം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഒരു മികച്ച കപ്പ് അല്ലെങ്കിൽ മറ്റൊരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു കപ്പടിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ പല ആരാധകർക്കും ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അത്രയും മോശമായിട്ടുള്ളൊരു പ്രകടനമാണ് ആസ് എ ടീം എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പുതിയ വിദേശ താരങ്ങളുടെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം ആശ്വാസം നൽകിയിട്ടുണ്ട്. കാരണം അവർ ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പങ്കെടുക്കുന്നത്. ഒരു മത്സരത്തിൽ ഇറങ്ങിയിട്ട് പോലും അവരതൊന്നും വില വെക്കാതെ വളരെ മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ ഇനിയും കുറച്ച് ടീമൊന്ന് സിങ്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിനൊരു മികച്ച ഒരു ടീമിനെ ആഫ്റ്റർ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ടീമിന് ശേഷം ബിൽഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു സൂപ്പർ കപ്പ് ജയിക്കണമെങ്കിൽ രാജസ്ഥാനേക്കാൾ വളരെയധികം ടഫായിട്ടുള്ള റഫ് ടീമുകളായിരിക്കും വരിക. അത് മാത്രമല്ല, അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ രാജസ്ഥാനെതിരെ കളിച്ചൊരു കളി കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുകയില്ല. അതിനേക്കാൾ എത്രയോ മികച്ച മത്സരം നടത്തിയെങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത വരുവാനായിട്ട് പോകുന്ന 2 മത്സരങ്ങളും, അതായത് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെയും അതോടൊപ്പം തന്നെ മുംബൈക്കെതിരെയും ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ.